മാനസമൈനാ മോള് കുറച്ചുകൂടി അടുത്തേക്ക് കിടന്നേ. എന്റെ മോൾ എന്തെങ്കിലും ഒന്ന് പറ മാമനോട്. വായി നിറച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടിയല്ലേ, എന്തെങ്കിലും ഒന്ന് പറ. വേണ്ട, സങ്കടപ്പെടണ്ട. മാമൻ എടുത്തില്ലേ? പിന്നെന്താ? പേടിക്കണ്ട, ഉറങ്ങിക്കോ. ഇരുട്ടി ചവിട്ടി ഭൂതഗണങ്ങൾ വരും മുമ്പ് മാമനൊരു താരാട്ടുപാടി അമ്പിളി മാമനെ കാട്ടിത്തരാം. പിന്നെ ഒരാളും വന്ന് പേടിപ്പിക്കില്ല. ഉറങ്ങിക്കോ. സ്വപ്നത്തില് ഒരുപാട് പൂക്കളുണ്ടാവും. റോസും പിച്ചിയും വെള്ളാമ്പലും താമരയൊക്കെ ആയിട്ട് ഒരു പൂക്കാലം. അതിലെത്ര പൂ വേണം മോക്ക്? ഒരു 1,900 പൂക്കൾ പറിച്ചു തരാം സിദ്ധുമാമൻ. ഉറങ്ങിക്കോട്ടോ, സുഖമായിട്ട് ഉറങ്ങിക്കോ. ഇതെന്താ സിദ്ധു, കുട്ടിയെ ഇവിടെ കിടത്താനാണോ ഉദ്ദേശിക്കുന്നത്? പിന്നല്ലാതെ. മോളെ ഒറ്റയ്ക്ക് കിടത്താൻ പറ്റുമോ? പാവം, ഇവക്ക് ഞാനല്ലേ ഉള്ളൂ. എനിക്കും സിദ്ധാർത്ഥനേ ഉള്ളൂ, അത് മറക്കണ്ട. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? മോളെയും മാനസയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ആർക്കും ആരും സ്നേഹം പകുത്തു കൊടുക്കരുത്. ഇവിടെ ഇങ്ങനെ കട്ടിലിന്റെ രണ്ടറ്റത്തുമായിട്ട് കിടന്ന് നടുക്ക് കുട്ടിയെ കിടത്തുമ്പോ ഒരകൽച്ച തോന്നുന്നു. എനിക്ക് അകന്ന് പോകുന്ന പോലെ തോന്നുന്നു. അത് ഇപ്പോഴുള്ളൊരു തോന്നല് മാത്രമാ. നമുക്കൊരു കുഞ്ഞുണ്ടായാലും ഇങ്ങനെ കിടത്തി ഉറക്കണ്ടേ? നമ്മുടെ കുഞ്ഞായാലല്ലേ അങ്ങനെ കിടത്തേണ്ട കാര്യമുള്ളൂ. അതാ ഞാൻ ചോദിക്കുന്നത്. കുട്ടികൾ നമ്മുടേതല്ല, ദൈവത്തിൻ്റെതാ. ഫിലോസഫി വേണ്ട, കിടന്നുറങ്ങാൻ നോക്ക്. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ മോളെടുത്ത് സൈഡിലേക്ക് കിടത്താം. വേണ്ട. വീണ്ടും ഛർദി തുടങ്ങിയോ? ആ സ്മെല്ല് മനസ്സിന്ന് പോകുന്നില്ല ഗൗരീജി. തികട്ടി വരിക. എന്ത് സ്മെല്ലാ? നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ. ആ പെണ്ണ് കൂടെ കിടന്ന് മൂത്രം ഒഴിച്ചു. ബെഡിലെന്തേ എന്റെ ഗൗണിലും എല്ലാം ആയി. എത്ര കഴുകിയിട്ടും ആ മണം പോകുന്നില്ല. അത്രേ ഉള്ളോ കാര്യം? നീ ഒന്ന് കുളിച്ചിട്ട് വേറൊരു ഡ്രസ് എടുത്തിട്. ഗൗരീജി എത്ര നിസ്സാരമായിട്ട് പറയുന്നു. ആ ബെഡ് നീ എന്ത് ചെയ്യും? അതിൽ യൂറിൻ വീണ ഭാഗത്ത് കുറച്ച് വെള്ളം വീഴ്ത്തിയിട്ട് ക്ലീനർ എടുത്ത് 2 തവണ സക്ക് ചെയ്തെടുത്താ മതി. എന്നിട്ട് ആ ബെഡ് എടുത്തിട്ടൊന്ന് വെയിൽ ഒള്ളിക്ക്. ആ നാശത്തിനൊക്കെ കൂടെ കിടത്തിയതുകൊണ്ടല്ലേ? പ്രസവിക്കാത്ത പെണ്ണല്ലേ നീ. ഒരു കുട്ടിയായി കഴിഞ്ഞാൽ ഈ അറപ്പൊക്കെ മാറും. ഉണ്ണിമൂത്രം പുണ്യാഹാവും. സ്വന്തം കുഞ്ഞാണെങ്കിൽ ഇതൊക്കെ ഞാൻ സമ്മതിക്കാം. അന്യരുടെ കുട്ടിയുടെ മൂത്രത്തെ കുളിക്കേണ്ട കാര്യം എന്താ എനിക്ക്? മാനസേ, കുറച്ചുകൂടി പക്വതയോടെ സംസാരിക്കും. ഒരു കുഞ്ഞിന് വേണ്ടി കൊതിക്കുന്ന പെണ്ണല്ലേ നീ. അതും ഇത് ഒരുപോലെ അല്ല. എനിക്ക് വയ്യ ഇതൊന്നും സഹിക്കാൻ. എന്താ മോളി കാണിച്ചത്? ബെഡൊക്കെ ആക്കെ നനച്ചു അല്ലേ? എന്നിട്ടോ ചീത്ത കേട്ടത് മുഴുവൻ മാമനും. എങ്ങനെ മിടിക്കായിരുന്ന കുട്ടിയാ നീ. എന്താ പറ്റിയ മോക്ക്?
പേടിക്കണ്ട. നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണാം. ആന്റി വിളിച്ച് പറഞ്ഞോളാം. നമ്മൾ ഡോക്ടറെ പോയി കണ്ട എല്ലാ അസുഖവും മാറും. തരുന്നതൊരു ചായയാണെങ്കിൽ പോലും അതിന്റെ രുചിയേക്കാൾ പ്രധാനം അത് തരുന്നയാളുടെ മുഖത്തെ സന്തോഷത്തിനാ. അറിയാം, പക്ഷേ എനിക്കെന്തോ അസ്വസ്ഥത. ഇതുവരെ മാറിയില്ലേ അസ്വസ്ഥത? ഇത് കുറെ കഷ്ടമാ മനസ്സേ. ബുദ്ധി ഉറക്കാത്ത ഒരു കുഞ്ഞു ചെയ്തു പോയ അബദ്ധത്തെയാ നീ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. ഒന്ന് കുളിച്ചപ്പോ തീർന്നില്ലേ ആ വെറുപ്പ്? എനിക്കിപ്പോഴും മനം പുരട്ടുന്നുണ്ട്. അതെ, അത് നിന്റെ മനസ്സിന്റെ കുഴപ്പാ. എന്നും പ്രാഥമിക കർമ്മങ്ങളിൽ നമ്മളും ചെയ്യുന്നത് ഇതൊക്കെ. എത്രയൊക്കെ ഒരുക്കി കെട്ടി ചമഞ്ഞു നിന്നാലും ശരീരത്തിനകത്ത് ഈ വിസർജ്യങ്ങളൊക്കെ ഉണ്ട്.